ഇവിടെ കൂടി നിൽക്കുന്ന ആർക്കെങ്കിലും അറിയോ എനിക്കെങ്ങനെ ഈ ഗതി വന്നതെന്ന്? ഞാനിങ്ങനെയൊന്നും ജീവിക്കേണ്ടവനല്ല. ഞാനൊരു രാജകുമാരനെ പോലെ അങ്ങ് പേർഷ്യയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരു ദിവസം ഒരു എരണം കെട്ടവൻ എന്നെ അടിച്ചുകൊണ്ട് പോയിട്ട് ഒരു വൃത്തികെട്ട ഫാമിലിക്ക് എന്നെ വിറ്റു. അന്ന് തുടങ്ങിയ കഷ്ടകാലം എൻ്റെ. ആ വീട്ടിലുള്ള തന്തപ്പടിക്കാണെങ്കിൽ എന്നെ കാണുന്നത് ചെറുത്താന് കുരിശ് കണ്ട പോലെ. അങ്ങനെ ഒരു ദിവസം ഈ വീട്ടിലൊന്നും കഴിക്കാനില്ലല്ലോ. അങ്ങനെ ഞാൻ അപ്പുറത്തെ വീട്ടിലോട്ട് ചാടിപ്പോയി അവിടുത്തെ പാല് കട്ടെടുത്ത് കുടിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ബെറ്റീനെ കാണുന്നത്. നിങ്ങൾക്ക് എൻ്റെ ബെറ്റീനെ അറിയില്ലല്ലേ? ബെറ്റി ഈസ് മൈ ഗേൾ ഫ്രണ്ട്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ഒളിച്ചോടാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഒളിച്ചോടാൻ പ്ലാൻ ചെയ്തതിൻ്റെ തലേ ദിവസമാണ്, അങ്ങനെ ഞങ്ങളെല്ലാം പോവാൻ റെഡിയായി നിൽക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ആ പെരട്ട തന്ത, അവിടെ ഒരു മോനുണ്ട്, ഒരു പണിക്കും പോവാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരുത്തൻ. അവനാണെങ്കിൽ ഭൂലോക കോഴി. അവൻ കാരണം എൻ്റെ ബെറ്റിക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുത്തൻ. ഇവനോട് തന്തപ്പടി പറഞ്ഞു, നീ ഇനി ചെലവിന് തരാതെ നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു പച്ച വെള്ളം തരില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഈ പൊട്ടൻ എന്ത് ചെയ്തു? എന്നെ എടുത്തങ്ങോട്ട് ഇറങ്ങി. ഇവൻ ഒറ്റയ്ക്ക് ഇറങ്ങിയാൽ മതി, ഇവനെ ഇറക്കി വിട്ടുള്ളൂ. ഇവൻ എന്നെ എടുത്തിറങ്ങിയിട്ട് ഈ തെരുവിനെ കൊണ്ട് തന്നെ ഇങ്ങനെ കെടുത്ത് ഇനിയിപ്പോൾ ഇവനും ചെലവിന് കൊടുക്കണം, ഇവൻ്റെ തന്തപ്പടിക്കും ചെലവിന് കൊടുക്കണം.